അല്ല അത് തന്നെയാണ്. അതിൽ പിന്നെ ഞാനിത് ഹർഷൻ, ഞാനിവിടെ RDXൽ പലപ്പോഴായിട്ട് നടത്തിയ പല പ്രവചനങ്ങളും ഫലിച്ചിട്ടുണ്ട് എന്ന് ഹർഷൻ അറിയാലോ. PMCയുടെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ആ ട്രാക്കിലാണ്. PMCയിൽ KM ഷാജി എന്ത് പറഞ്ഞാലും PMCയിൽ ഇവർ ഒപ്പിടും, ഇവർ അനുകൂലമായിട്ട് പറയും എന്നൊക്കെ പറഞ്ഞ് വസ്തുതാപരമായിട്ട് വന്നു. അപ്പോൾ പല കാര്യങ്ങളും ഇവർ നേരത്തെ മുൻകൂട്ടി കണ്ട് UDF സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പ്രവചിക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് ഹർഷൻ സംഭവിച്ചിട്ടുണ്ടോ? KM ഷാജി പാവം, KM ഷാജിയെ വീണ്ടും അല്ലല്ല, ഞാൻ ആ വിഷയം പറയുന്നില്ല. അതായത് അമൃതാനന്ദ വിഷയം നമുക്ക് അടുത്ത ചെറിയാൻ അമൃതാനന്ദമയെ കെട്ടിപ്പിടിച്ചതിനെ കുറിച്ച് അല്ലാതെ രൂക്ഷമായി വിമർശിച്ച്, കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇന്നിപ്പോ എയറിലാണ് KM ഷാജി. അതല്ല, അപ്പോൾ അത് ഞാൻ പറയുന്നത് പ്രവചനം, എൻ്റെ ഇന്നത്തെ പ്രവചനം എന്താ വെച്ചാൽ നാളെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഉണ്ടാവും. എൻ്റെ പ്രവചനം ഇതാണ്. അതായത് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ ഈ MV ഗോവിന്ദൻ ആരോപണത്തിൽ ഉന്നയിച്ച ഈ മെറ്റയുടെ കാര്യമുണ്ടല്ലോ, അതിലായിരിക്കും പിടിക്കുക. അതായത് പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ഈ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഇങ്ങനെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയല്ലോ, അയാൾ ഇങ്ങനെ കുറ്റകൃത്യമായിരുന്നല്ലോ, ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ മെറ്റയുടെ വാർത്ത മുഖ്യം എന്നാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടാണോ? അത് മെറ്റ പ്രധാനമന്ത്രിയുടെയും നിർമ്മലാ സീതാരാമൻ്റെ ഒക്കെ പോയില്ലേ, ഇതാണ് പറയുന്നത് എന്നൊരു സൈഡ് പിടിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, പ്രധാനപ്പെട്ട പോയിന്റ് പറയില്ല. ഇനി പിന്നെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് രണ്ടാമത് വന്നിട്ട് അദ്ദേഹം പറയുക, ഞാനാണോ MDMA കടത്തിയത്? എല്ലാവരുടെയും മനസ്സ് തുറന്ന് നോക്കാൻ പറ്റുമോ? ഓരോരുത്തർ ഓരോ കുറ്റകൃത്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു കുഴപ്പക്കാരനായിരിക്കാം, കോൺഗ്രസിൻ്റെ ഏതൊരു പ്രാദേശിക പ്രവർത്തകർ. എൻ്റെ കൂടെ വന്നിട്ട് എത്ര ആളുകൾ ഫോട്ടോ എടുക്കുന്നു, എത്ര ആൾ വീഡിയോ എടുക്കുന്നു, എത്ര ആളുകൾ ഇവിടെ വരുന്നു, നമുക്കറിയാൻ പറ്റുമോ? ഒരു മനസ്സോടെ നോക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ ഈ ഭാഷയിലല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നാളെ വാർത്താ സമ്മേളനത്തിൽ പറയും. എഴുതി വെച്ചോ, കേൾക്കുന്ന ആളോട് എഴുതി വെച്ചോ, നാളത്തെ വാർത്താ സമ്മേളനത്തെ പറ്റിയുള്ള എൻ്റെ പ്രവചനത്താണ്. ഇനി ഇതല്ലാത്തോടൊന്നും പറഞ്ഞാൽ VD സതീശൻ ഇനി ഇത് കേട്ടിട്ട് അദ്ദേഹം വല്ലതും മാറ്റാൻ ചെയ്താൽ ഞാൻ ആ നിലക്ക് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. എന്തായാലും പക്ഷേ ഇതിനകത്തൊരു കാര്യം ഹർഷമുള്ളതെന്ന് വെച്ചാൽ ഈ VD സതീശന് ഇതിൽ കുറ്റമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം VD സതീശൻ എന്ത് ചെയ്തു? അദ്ദേഹം 10-60 വർഷക്കാലം അദ്ദേഹം ദീർഘമായിട്ടുള്ള കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇത്തരം സമൂഹത്തിൽ അനീതികൾക്കെതിരെ പ്രവർത്തിച്ച് തന്നെയാണ് ഒരു കോൺഗ്രസിൻ്റെ നേതാവും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതു നേതാവും ഒക്കെ ഉണ്ടായി വരുന്നത്. സമൂഹത്തിൽ അനീതികൾക്കെതിരെ പ്രവർത്തിച്ചിട്ടാണ്, ചെറുപ്പക്കാർക്ക് വലയിൽ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് അധികാര പദവി കിട്ടിയപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നത്. അപ്പോൾ ഇവരെയൊന്നും പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്താൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ അളവ് കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇയാളെന്ന് ഓർത്ത് നോക്കൂ, അതായത് നമ്മൾ കോൺഗ്രസ്സുകാരെ കളിയാക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സന്ദേശ സിനിമ തൊട്ട് CPM-മാരെയും കളിയാക്കുന്നുണ്ടെങ്കിലും ഇപ്പം സിദ്ധാർത്ഥൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പ്രധാനമായ കഥാപാത്രം ഉണ്ടല്ലോ, അത് മറ്റൊരു സിനിമയിലാണ് സത്യനന്ദിക്കാണ്ട്. സിദ്ധാർത്ഥൻ കഞ്ഞിക്കുഴി പക്ഷേ നിഷ്കളങ്കനാണ്. ഈ പറയുന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള ഈ കളിയാക്കലും കുഴപ്പങ്ങളും പരിഹാസത്തിന് കാരണമാകുന്ന കാര്യങ്ങളും നേതാവാകാനുള്ള വ്യഗ്രതയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ കുഴപ്പത്തിലാവുകയൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. MDMA കടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ബൾക്കായിട്ട് വിൽക്കുന്നയാളാണ് അത്ര. എന്നിട്ട് അയാൾ MDMA-ക്കെതിരായിട്ടുള്ള വേദിയിൽ പോയി നിൽക്കുക. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു കക്ഷിയാണ് ഇയാൾ. അതായത് സിദ്ധാർത്ഥൻ കഞ്ഞിക്കുഴി പ്ലസ് ചാൾസ് ശോഭരാജ് എന്ന മട്ടിലുള്ളൊരു നേതാവാണ് ഇയാളെന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാനിപ്പോൾ VD സതീശൻ എങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തും? കാരണം ഇയാൾ ഇങ്ങനെ ചെയ്യും, നമ്മുടെ കൂടെ നിന്നിട്ട് MDMA കടത്തും, എന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ വേദിയിൽ സംഘാടകനായിട്ട് നിൽക്കും, എന്നിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ വീഡിയോ തൻ്റെ കൂടെയുള്ള വീഡിയോ ഇടുന്ന എങ്ങനെ VD സതീശൻ മനസ്സിലാക്കാൻ പറ്റും? ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഇയാളാണോ അല്ലെങ്കിൽ മറ്റു പ്രതികളാണോ എന്നറിയില്ല, VD സതീശൻ മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്നിടത്തല്ല, അതായത് അദ്ദേഹം ഒരു കൈലി മുണ്ടിട്ടിട്ട് വീട്ടിൽ നിൽക്കുന്നിടത്ത് ഇയാളാണത്. അപ്പോൾ അത്രയും അടുപ്പമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. VD സതീശനെ അദ്ദേഹം ഒഫീഷ്യലി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് കാണാൻ ബന്ധമുണ്ടായിരുന്ന ഒരാൾ, അങ്ങനെ ബന്ധമുണ്ടാക്കിയ ഒരാൾ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ അദ്ദേഹം. 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന, എത്രയോ കാലമായിട്ട് MLA ആയിരുന്ന ഒരാൾക്കൊപ്പം നടന്നിട്ട് ഈ ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുക, എന്നിട്ട് ഇതേ വേദിയിൽ കയറിയിട്ട് ചെയ്യുക, എന്തുതരം ക്രിമിനലായിരിക്കും അയാളെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ആളുകളപ്പോൾ കൂടെയുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ശ്രീ VD സതീശന് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വീഡിയോ പുറത്തു വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ കൂടെയുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ സംശയത്തോടെയും വേവലാതിയോടെയും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഉണ്ടാവുമോ കൂടെ എന്നാണ്. VD സതീശൻ്റെ അനുയായിയായിരുന്ന ഒരാൾ 3 ബലാത്സംഗ കേസ് പ്രതിയായിട്ട്, അതും എങ്ങനെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് പോയിട്ട് അയാൾ 3 ബലാത്സംഗ കേസ് പ്രതിയായിട്ട് കേരളം അമ്പരന്നാണ്. VD സതീശൻ അമ്പരന്ന് പോയതാണ്. VD സതീശൻ അമ്പരന്ന് പോയിട്ട് അക്കാര്യത്തിൽ ഇനി കോംപ്രമൈസ് ഇല്ല എന്ന മട്ടിൽ സ്റ്റാൻഡ് എടുത്തിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, അതായത് ഇയാൾക്ക് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹം ഇല്ല, ഇതിങ്ങോട്ട് പറ്റില്ല കേട്ടോ, ഇതുകൊണ്ട് എന്ത് ദോഷം ഉണ്ടായാലും കുഴപ്പമില്ല. VD സതീശനെ വളരെ ആരാധനയോടെയും ബഹുമാന്യതയോടെയും ഞാൻ നോക്കുന്ന കാരണങ്ങളിലൊന്ന് അദ്ദേഹം അതിശക്തമായ സ്റ്റാൻഡ് ആ കാര്യത്തിലെടുത്തു എന്നതാണ്. അദ്ദേഹത്തിനൊപ്പം നടക്കുകയായിരുന്ന ഒരാൾ ഇത്രയും വലിയ കുഴപ്പക്കാരനാണെന്ന് അദ്ദേഹത്തിന് അപ്പം മനസ്സിലായില്ല. ഇപ്പോൾ രണ്ടാമത് ഇതാ മയക്കുമരുന്ന് കേസിലും വരുന്നു. അപ്പോൾ അദ്ദേഹം പണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിയും
അദ്ദേഹം 1ാം ടേമിൽ വരുമ്പോൾ അവതാരങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇത് കൂടെയുള്ള ആളുകളെ എല്ലാവരും ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതായത് രമേശ് ചെന്നിത്തല ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളോടൊന്നും അത് അത്ര ദൂരത്തേക്ക് പോയിട്ടില്ലെങ്കിലും രമേശ് ചെന്നിത്തല ഇങ്ങനൊരു പരിപാടി നടപ്പാക്കേണ്ട. അങ്ങനെ ഇങ്ങനെ ഈ കാര്യങ്ങൾ MDMA ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പണ്ട് ഗാന്ധി വിദേശ വസ്ത്രങ്ങൾ ചുട്ടരിച്ചതുപോലെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ചുട്ടരിച്ചിട്ട് നിങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കണം. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായി കൊടുക്കരുത് എന്ന് കേരളമാകെ അവരോട് പറയണം. ഇതിപ്പോൾ പിടിയിലായ ആൾക്കാരാണല്ലോ. അത് ഞാൻ പറയുന്ന ഹർഷ ധൈര്യം എന്ന് വെച്ചാൽ പോലീസ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സകല സ്ഥലത്തു നിന്നും പിടിക്കുകയാണ് എന്ന് വെച്ചാൽ അത്രയും വലിയ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇയാളുടെ കൈവശം ഇതും വെച്ച് ഇയാൾ നടക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അയാൾക്കൊരു അത്രമാത്രം വലിയൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം എന്താണ്? എനിക്കുള്ള ഈ രാഷ്ട്രീയ അധികാര പദവിയാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാര പദവിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളോട് എനിക്കിത്ര സൗഹൃദമുണ്ട് എന്താണ്. ഇത് VD സതീശൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശൻ അക്കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു മുഖ്യമന്ത്രി MDMA വിൽക്കാൻ ഒരാൾ അനുവദിക്കുന്നു പറയുന്നത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും അവിശ്വസിക്കേണ്ടതാണ്. പക്ഷേ കൂടെ നിൽക്കുന്ന ആളുകളെ ഒരല്പം സംശയത്തിൻ്റെ ദൃഷ്ടി കൂടെ വെച്ച് നോക്കാൻ VD സതീശനും ഈ കോൺഗ്രസ്സിലെ അധികാര പദവിയിലുള്ള ആളുകളും തയ്യാറാകേണ്ടുന്നൊരു കാര്യമാണ്. കാലമാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.